ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് നായകനായി നവാഗനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് നവംബർ 21 വെള്ളിയാഴ്ച തിരക്കഥ മലയാള സിനിമയാണ് വിലായത്ത് മുത്ത. GR ഇന്ദുഗോപൻ, രാജേഷ് പിന്നാടൻ എന്നിവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ഷമ്മി തിലകൻ, സുരാജ് വെഞ്ഞാറമൂട്, പ്രിയംവദാകൃഷ്ണൻ, അനു മോഹൻ, TJ അരുണാചലം, രാജശ്രീ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ നിർണായകമായ 3 ദിവസങ്ങളാണ് ഇന്ന് പിന്നിടുന്നത്. വെള്ളിയാഴ്ച കേരളത്തിൽ 1,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1 കോടി രൂപയായിരുന്നു. ആദ്യ 2 ദിവസം കൊണ്ട് 2,80,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 ദിവസം കൊണ്ട് 30 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 3,10,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 85-90 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3,70,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 3 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 കോടി റേഞ്ചിലുമാണ്. സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ കിഷ്കിന്ദ കാണ്ടർ ടീമിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് എക്കോ. നവംബർ 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ബാഹുൽ രമേശ് തിരക്കഥ, ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ച ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, ബിയാന മോമൻ, വിനീത്, അശോകൻ, ബിനു പപ്പു, നരൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് 1,75,00,000 രൂപയായിരുന്നു. 2 ദിവസം കൊണ്ട് കേരളത്തിൽ 2,50,00,000 സ്വന്തമാക്കിയ ഈ സിനിമ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 ദിവസം കൊണ്ട് 45 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2,95,00,000 രൂപയാണ്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച വമ്പൻ ട്രെൻഡിങ്ങാണ് ബുക്ക് മൈ ഷോയിൽ ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ BMS വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് എക്കോയ്ക്ക് തന്നെയാണ്. നേരത്തെ മണിക്കൂറുകളിൽ 8,000-9,000 ടിക്കറ്റുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെട്ടിരുന്നു. ഇന്ന് ഞായറാഴ്ച ദിവസം അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷനായി തന്നെ 75 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ ഏകദേശം 3.5-4 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരള കളക്ഷനായി 6 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ ആദ്യ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 9.5-10 കോടി റേഞ്ചിലാണ്. ഒക്ടോബർ 31 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ മലയാള സിനിമയാണ് DS ഇറെ. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 23-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 10,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 23 ദിവസം കൊണ്ട് കേരളത്തിൽ 37,25,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 24-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 24 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 37,37,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 82 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കാന്ത. ചിത്രം രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ 10-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. 9-ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 9,50,000 രൂപയായിരുന്നു. അങ്ങനെ 4,76,00,000 രൂപയാണ് 9 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 10-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 4,86,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നൽകുന്നത്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35-36 കോടി റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.